തവളയ്ക്ക് വിശന്നിട്ട് ഒട്ടും തന്നെ ഇരുപ്പുറയ്ക്കുന്നില്ല. വിശപ്പോട് വിശപ്പ്, പൊരിഞ്ഞ വിശപ്പ്. അപ്പോളാണ് തവളച്ചാർ അത് കണ്ടത്. കല്ലുകൾക്കിടയിലൂടെ പണിപ്പെട്ട് നടന്നു വരുന്ന ഒരു വണ്ടത്താൻ. ഹായ്, ഇന്ന് കുശാൽ. തവള നാവ് നുണഞ്ഞു. ശേഷം പശിമയുള്ള തന്റെ നാവ് പുറത്തേക്ക് നീട്ടി വണ്ടിനെ പിടിച്ചു തിന്നാൻ ശ്രമിച്ചു. അയ്യോ എന്നൊരു നിലവിളിയാണ് പിന്നെ അവിടെ മുഴങ്ങിയത്. എന്തു പറ്റിയതാണെന്ന് തവളയ്ക്ക് മനസ്സിലായില്ല. തിളച്ച ചായ അണ്ണാക്കിലേക്ക് ഒഴിച്ചതുപോലെ തവളച്ചാരുടെ വാ മുഴുവൻ പൊള്ളിപ്പോയി. വണ്ടത്താൻ ഒന്നും സംഭവിക്കാത്തതുപോലെ ബീജിയമുമിട്ട് സ്ലോ മോഷനിൽ മാസായിട്ട് നടന്നൊരൊറ്റ പോക്ക്. ടോങ് 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 ടോങ്. ഞങ്ങളിലൊന്നിനെ തൊട്ടുകളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന മുദ്രാവാക്യത്തിൽ പറയുന്നത് ഈ വണ്ടുകളെ കുറിച്ചാണെന്ന് തോന്നിപ്പോകും. വെറും വണ്ടല്ല, തീ തുപ്പുന്ന വണ്ട്. അതാണ് ബൊംബാഡിയർ ബീറ്റിൽസ്. ഷഡ്പദങ്ങളുടെ കൂട്ടത്തിലുള്ള വണ്ടുകൾ ഉൾപ്പെടുന്ന ഓർഡറാണ് കോളിയോപ്റ്ററ. ഈ ഓർഡറിലെ കെരാബിഡെ കുടുംബത്തിലെ ബ്രാക്കിനിനെ എന്ന ഉപകുടുംബാംഗമാണ് ബൊംബാഡിയർ ആശാൻ. ഈ കുടുംബത്തിൽപ്പെടുന്ന ഒരു ബൊംബാഡിയർ ബീറ്റിലാണ് ബ്രാക്കിനസ് ക്രെപ്പിറ്റൻസ്. ശരീരത്തിന്റെ അബ്ഡോമൻ അല്ലെങ്കിൽ പിറകുവശത്തുള്ള ഒരു ഗ്ലാൻഡ് അഥവാ ഗ്രന്ഥിയാണ് ഇവരുടെ ശത്രുക്കൾക്ക് എതിരെയുള്ള ആയുധ സ്രോതസ്. ഇതൊരല്ലറ ചില്ലറ ഗ്രന്ഥിയല്ല. ഈ ഗ്രന്ഥിക്ക് പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഉള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഭാഗമാണ് മൾട്ടി ലോബ്ഡ് ഗ്ലാൻഡുലാർ സിസ്റ്റം അഥവാ MGS. നിരവധി മടക്കുകളുള്ള ഒരു ഭാഗമാണ് ഇത്. MGS എന്ന ഈ ഭാഗത്തിനുള്ളിൽ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സ്രവത്തിന്റെ ഏകദേശം 25% ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. കൂടാതെ 10% പാരാഹൈഡ്രോക്വിനോണുകളും 10% N ആൽക്കെയിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ സ്രവം കളക്ഷൻ ഡക്ട് എന്ന കുഴൽ വഴി മൂന്നാമത്തെ ഭാഗമായ റിസർവോയർ ചേംബർ എന്ന ശേഖരണ അറയിലേക്ക് എത്തുന്നു. നിരവധി മസിൽസ് അഥവാ പേശികളാൽ ചുറ്റപ്പെട്ട ഒരറയാണിത്. ശത്രുക്കൾ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ഈ മസിലുകൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അതുവഴി റിസർവോയർ ചേംബറിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള സ്രവം നേരെ 4ാമത്തെ ഭാഗമായ റിയാക്ഷൻ ചേംബറിലേക്ക് എത്തുന്നു. ഇവിടെ വെച്ച് ഈ സ്രവത്തിന് കുറേയധികം രാസപ്രവർത്തനങ്ങൾ സംഭവിക്കും. റിയാക്ഷൻ ചേംബർ എന്ന് പറയുന്ന അറയുണ്ടല്ലോ, അതിന് ചില പ്രത്യേകതകളുണ്ട്. കരുത്തുറ്റ കട്ടിയുള്ള സ്ക്ലിറോട്ടൈസ്ഡായ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഒരു അറയാണ് ഇത്. റിയാക്ഷൻ ചേംബറിലെ കോശങ്ങൾക്ക് കാറ്റലൈസ് പെറോക്സിഡൈസ് പോലെയുള്ള എൻസൈമുകളെ ചുരത്താനുള്ള കഴിവുണ്ട് എന്ന് കരുതപ്പെടുന്നു. റിയാക്ഷൻ ചേംബറിൽ വെച്ച് ഈ എൻസൈമുകൾ അവിടേക്ക് ഒഴുകിയെത്തിയ സ്രവവുമായി കൂടിക്കലരും. അതുവഴി ചില രാസപ്രവർത്തനങ്ങൾ നടക്കും. ഇതിന്റെ ഫലമായി പാരാബെൻസോക്വിനോണുകളും ഓക്സിജനും വെള്ളവും ഉണ്ടാകുന്നു. വളരെ കൂടിയ അളവിൽ ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസോളം ചൂട് പുറത്തുവിടുന്ന ഒരു എക്സോതെർമിക് റിയാക്ഷനാണ് ഇത്. ഇങ്ങനെ തിളച്ചുമറിഞ്ഞിരിക്കുന്ന ദ്രാവകത്തെയാണ് ഇവർ ശത്രുക്കൾക്ക് നേരെ ചീറ്റുന്നത്. ഈ പൊട്ടിത്തെറി കാരണം വണ്ടിന്റെ ശരീരഭാഗങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഈ പൊട്ടിത്തെറി സംഭവിക്കുന്ന റിയാക്ഷൻ ചേംബറിലും അതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് ശരീരഭാഗങ്ങളിലും ഉള്ളത് ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള കട്ടിയുള്ള കരുത്തുറ്റ കോശങ്ങളാണ്. ഇത്തരത്തിൽ തിളച്ചുമറിഞ്ഞിരിക്കുന്ന ഈ സ്രവം ഏകദേശം 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ 30 സെന്റിമീറ്ററോളം ദൂരത്തിൽ ഇവർക്ക് ചീറ്റാനാകും. ശരിക്കും പറഞ്ഞാൽ ഇവർ സൃഷ്ടിക്കുന്നത് ഒരു ചെറിയ ബോംബ് സ്ഫോടനം തന്നെയാണ്. ഇതുപോലൊരു പൊട്ടിത്തെറിയും അതുമൂലമുണ്ടാകുന്ന ഉയർന്ന ചൂടും അതിജീവിക്കാൻ കഴിവുള്ള ഒരേ ഒരു ജീവവിഭാഗമാണ് ഇതെന്ന് പറയാൻ കഴിയും. ഇവർ ഉൾപ്പെടുന്ന ബ്രാക്കിനിനെ എന്ന ഉപകുടുംബത്തിൽ 500-ൽ കൂടുതൽ സ്പീഷീസുകളിൽപ്പെടുന്ന ബൊംബാഡിയർ ബീറ്റിലുകൾ ഉണ്ട്. ഇത്തരം വണ്ട് സ്പീഷീസുകൾ തമ്മിൽ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം ഉള്ളതുപോലെ ഇവർ സൃഷ്ടിക്കുന്ന പൊട്ടിത്തെറിയുടെ സ്വഭാവവും അതുമൂലമുണ്ടാകുന്ന ചൂടും വ്യത്യസ്തമായിരിക്കും. 65 മുതൽ 81 ഡിഗ്രി സെൽഷ്യസോളം താപനില ഉണ്ടാക്കുന്നവരാണ് ഗോണിയോട്രോപ്പിസ് നിക്കരാഗ്വിസിസ് എന്ന ബൊംബാഡിയർ ബീറ്റിൽ. പൊട്ടിത്തെറിയിലൂടെ 55 ഡിഗ്രി സെൽഷ്യസോളം താപനില ഉണ്ടാക്കുന്ന ബൊംബാഡിയർ ബീറ്റിലാണ് മെട്രിയസ് കോൺട്രാക്ടസ്. 34 മുതൽ 47 ഡിഗ്രി സെൽഷ്യസോളം വരുന്ന കുറഞ്ഞ താപനിലയിലുള്ള പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുന്ന ബൊംബാഡിയർ ബീറ്റിലാണ് മിസ്ട്രോപോമസ് റെഗുലാരിസ്. തവളകളെയും പ്രാർത്ഥന പ്രാണികളെയും പോലെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഇരപിടിയന്മാരെയും അടിയറവ് പറയിച്ചിട്ടുള്ള ഒരു ജീവിയാണ് നമ്മുടെ ഈ ബൊംബാഡിയർ ആശാൻ. പക്ഷേ ചിലയിനം ചിലന്തികൾ വളരെ തന്ത്രപരമായി ഇവരെ കീഴടക്കി ഭക്ഷിക്കാറുണ്ട്. ചിലന്തികൾ എന്തു ചെയ്യുമെന്നോ? ചിലന്തികൾ ഇവരെ വലയിട്ട് പിടിക്കുന്നു. ഇവരുടെ ദേഹം മുഴുവൻ വല കൊണ്ട് ചുറ്റുന്നു. ഇത് കാരണം ബൊംബാഡിയർ ബീറ്റിലുകൾക്ക് അവരുടെ കയ്യിലുള്ള തിളച്ച ലായനി ചിലന്തിക്ക് നേരെ സ്പ്രേ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ബുദ്ധിപരമായി ആർഗിയോപ്പെ സ്പീഷീസിൽപ്പെടുന്ന ചിലന്തികൾ ബൊംബാഡിയർ ബീറ്റിലുകളെ ശാപ്പിടാറുണ്ട്.
കണ്ടാൽ ബൊമ്പാഡിയർ ബീറ്റിലുകളെ പോലെ തോന്നിക്കുന്ന ചില ജീവികളുണ്ട്. ബൊമ്പാഡിയർ ബീറ്റിലുകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പുള്ളികളോടും പാടുകളോടും സാമ്യമുള്ള അടയാളങ്ങൾ ഇവരുടെ ശരീരത്തിലും ഉണ്ട്. ബൊമ്പാഡിയർ ബീറ്റിലുകളെ അനുകരിച്ച് മിമിക്രി കാട്ടി ശത്രുക്കളുടെ വായിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. റാസ്പി ക്രിക്കറ്റ് എന്ന ചീവീടും അസാസിൻ ബഗ് എന്നറിയപ്പെടുന്ന ഷഡ്പദവും ബൊമ്പാഡിയർ ബീറ്റിലുകളെ അനുകരിക്കുന്ന ചില ജീവികളാണ്. ചില തവളകൾ അബദ്ധത്തിൽ ബൊമ്പാഡിയർ ബീറ്റിലുകളെ പിടിച്ച് വിഴുങ്ങാറുണ്ട്. ഇങ്ങനെ ഉള്ളിലെത്തുന്ന ബൊമ്പാഡിയർ ബീറ്റിലുകൾ തവളയുടെ ഉള്ളിലിരുന്ന് രാസവസ്തുക്കൾ സ്പ്രേ ചെയ്യും. പണി പാളിയെന്ന് മനസ്സിലാക്കുന്ന തവളകൾ താൻ വിഴുങ്ങിയ വണ്ടുകളെ ഛർദിച്ച് പുറത്തെടുക്കും. വണ്ടുകൾക്ക് അപ്പോഴും ജീവൻ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ അബദ്ധത്തിൽ വിഴുങ്ങിപ്പോയ ബൊമ്പാഡിയർ വണ്ടുകളെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമോ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമോ ഒക്കെ തവളകൾ ഛർദിക്കാറുണ്ട്. ഇതിൽ ഭൂരിഭാഗം വണ്ടുകൾക്കും ജീവൻ ഉണ്ടായിരിക്കും. എന്തല്ലേ?